പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ധ്യാനിക്കുവാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് ശുദ്ധമുള്ള മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വചന ഭാഗങ്ങളിലൂടെയാണ്. അവിടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞതായി രേഖപ്പെടുത്തി നാം വായിക്കുന്നു. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു നമ്മോട് കൽപ്പിക്കുകയാണ്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ന്യായപ്രമാണത്തെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു വന്നു എന്ന് കർത്താവ് യേശു ക്രിസ്തു തന്നെ കൽപ്പിച്ച് അരുളി ചെയ്യുകയാണ്. വീണ്ടും കർത്താവ് പറയുകയാണ്, ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്നോ വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സമസ്തവും നിറവേറുവോളം പിതാവാം ദൈവത്തിൻ്റെ ഹിതം പൂർത്തി ആകുന്നത് വരെ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റം വരികയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായവ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസ്യരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു നിയമത്തെ പൂർണ്ണതയിലെത്തിക്കുവാൻ ആണ്, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് വന്നത്. കർത്താവ് യേശുക്രിസ്തു വഴിയായി ന്യായപ്രമാണ കൽപ്പനകൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയും ചെയ്തു. കർത്താവ് യേശുക്രിസ്തു നമ്മോട് കൽപ്പിക്കുന്നുണ്ട്, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടില്ലയോ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. കൊല്ലണ്ട, നീ സഹോദരനോട് കോപിച്ചാൽ മതി, നീ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായവിധിക്ക് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. സഹോദരനെ ബോഷ, വിഡ്ഢി, മൂഢൻ എന്നൊക്കെയും വിളിക്കുന്നവൻ ന്യായാധിപ സഭയുടെ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. എന്നിട്ട് കർത്താവ് പറയാണ്, നീ ബലിപീഠത്തെങ്കിൽ കാഴ്ചയർപ്പിക്കുവാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ച് പോയിട്ട് സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ച സമർപ്പിക്കുക. കർത്താവ് ന്യായപ്രമാണ കൽപ്പനകളെ കുറിച്ച് പറയുമ്പോൾ ആ ന്യായപ്രമാണ കൽപ്പനകളിൽ നിന്ന് കൊലപാതകത്തെ കൊല്ലരുത് എന്നുള്ളതായ ആ ഒരു കൽപ്പനയുടെ ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് കൽപ്പിക്കുന്നതാണ്, നിന്റെ സഹോദരനോട് കോപിക്കുന്നവൻ പോലും
സഹോദരനെ മൂഢ എന്ന് വിളിക്കുന്നവൻ പോലും ന്യായാധിപ സഭയുടെ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നാണ്. നീ കാഴ്ചയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, വിരോധമുള്ള സഹോദരന് തോന്നിയാലല്ല, നിനക്ക് തോന്നിയാൽ, നീ മുന്നമേ അവൻ്റെ മുമ്പിൽ ചെന്ന് അവനോട് രമ്യപ്പെട്ടിട്ട് നീ നിന്റെ കാഴ്ച ദൈവത്തിന് സമർപ്പിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. വീണ്ടും വ്യഭിചാരത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു. വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ നിങ്ങൾ ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കുന്നുവെങ്കിൽ നീ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. കർത്താവ് വീണ്ടും പറയുകയാണ്, ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഈ ഭാഗത്തെക്കുറിച്ച് ശുദ്ധമുള്ള മർക്കോസ് ശ്ലീഹ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: അവൻ പറഞ്ഞു, യേശു പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. വീണ്ടും ആണിയിടുന്നതിനെ കുറിച്ച് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെ, അതിനപ്പുറത്തേക്ക് വരുന്നതൊക്കെയും ദുഷ്ടനിൽ നിന്ന് ഉള്ളതാകുന്നു. ന്യായപ്രമാണ കൽപ്പനയിൽ കൊല്ലരുത് എന്നാണ്, കൊല്ലുന്നവനാണ് ശിക്ഷയെങ്കിൽ ഇവിടെ സഹോദരനോട് കോപിക്കുന്നവൻ, സഹോദരനെ മൂഢ എന്ന് വിളിക്കുന്നവൻ ശിക്ഷയ്ക്ക് അർഹനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു സ്ത്രീയുമായി, മറ്റൊരു പുരുഷനുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതാണ് ന്യായപ്രമാണ കൽപ്പന പ്രകാരം പാപമെങ്കിൽ, ഇവിടെ ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നതും ഒരു പുരുഷനെ മോഹത്തോടെ നോക്കുന്നതും വ്യഭിചാരം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയാണ് കുറച്ചും കൂടി കാതലായ മറ്റൊരു ഭാഗത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കർത്താവ് പറയാണ്, ന്യായപ്രമാണ കൽപ്പന പ്രകാരം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത് കരണം അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ചാൽ നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരെ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ന്യായപ്രമാണ പ്രകാരം കൽപ്പന ലംഘിച്ചാൽ, ഒരു വ്യക്തിക്ക് ഒരു പരാതി ഉണ്ടായാൽ, ആ പരാതി പരിഹരിക്കപ്പെടുമ്പോൾ ന്യായാധിപന്മാരുടെ മുമ്പിൽ, പുരോഹിതന്മാരുടെ മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ ആ പരാതിക്ക് ന്യായപ്രമാണ കൽപ്പന പ്രകാരം ഉള്ള ശിക്ഷണ നടപടികളുണ്ട്. ആ ശിക്ഷണ നടപടികളെ കർത്താവ് ഏത് വിധത്തിലാണ് ലഘൂകരിക്കുന്നത് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത്, ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുതെന്ന്. വലത് കരം അടിക്കുന്നവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കണം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവന് നീ കൊടുക്കുക. നമ്മെ ഉപദ്രവിക്കുമ്പോൾ നാം പരാതിയുമായിട്ട് ചെന്നാൽ മാത്രമല്ലേ ആ ഉപദ്രവിച്ചവന് എതിരായിട്ട് ശിക്ഷണ നടപടികൾ ഉണ്ടാകുകയുള്ളൂ. അവിടെ കർത്താവ് നമ്മോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ പോകരുത്.
നിങ്ങൾ അവരോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് ആരോടും ഒരു പരാതിയും ഇല്ലാതെ നിങ്ങൾക്ക് പൂർണ്ണമായി ക്ഷമിക്കുവാൻ സാധിക്കണം. പരിശുദ്ധനായ ലൂക്കോസ് ശ്ലീഹ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്: നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുക. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോട് ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. കർത്താവ് നമ്മളോട് പറയുകയാണ്, നാം ഏതു വിധമാണ് ശത്രുക്കളെ സ്നേഹിക്കേണ്ടതെന്ന്. ഏതു വിധമാണ് നമ്മളോട് യാചനയുമായി വായ്പ വാങ്ങിക്കാനും മറ്റപേക്ഷകളുമായി വരുന്നവരോട് പെരുമാറേണ്ടതുണ്ട്. നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം നീ സ്നേഹിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? പാപികളും അങ്ങനെ ചെയ്യുന്നില്ലേ? തിരിച്ചു കിട്ടുമെന്നോർത്ത് നീ വായ്പ കൊടുക്കുന്ന എന്ത് പ്രയോജനം? പാപികളും അങ്ങനെ ചെയ്യുന്നില്ലേ? ഇവിടെയാണ് ന്യായപ്രമാണ കൽപ്പനയുടെ പുതുക്കം. പുതിയൊരു കൽപ്പന അല്ലെങ്കിൽ പുതിയൊരു തുടക്കത്തോടെ ന്യായപ്രമാണ കൽപ്പനകളെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെ കുറച്ചും കൂടി കരുണയിലും സ്നേഹത്തിലും ദൈവനീതിയിലേക്കും കൊണ്ടുവന്നുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, കരുതലിൻ്റെ ആഴം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നീതിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നീതിഹീനരോടും ദുഷ്ടരോടും അവിടുന്ന് കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കും. ദൈവം തൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിച്ചപ്പോൾ നാം ചെയ്യേണ്ടതായ ജീവിത ക്രമങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ന്യായപ്രമാണ കൽപ്പനകളിലെ ആ കണ്ണിന് പകരം കണ്ണ്, പകരത്തിന് പകരം വീട്ടുന്നതായ ശിക്ഷണ നടപടികളിൽ നിന്നൊക്കെയും നമ്മളെ മാറ്റിക്കൊണ്ട് ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന, വിട്ടുകൊടുക്കുന്ന, കരുണ കാണിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുക്കളെ ദോഷിക്കുക. അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ നിന്നെ സ്നേഹിക്കുന്നവനെ സ്നേഹിക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങൾ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങൾ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരണമെങ്കിൽ നാം ശത്രുക്കളെ സ്നേഹിക്കണം.
നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുക? ചുങ്കക്കാരൻ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുപോലെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുക. ന്യായപ്രമാണ കൽപ്പന പ്രകാരം ആണ് നാം ചിന്തിക്കുന്നതെങ്കിൽ നമ്മെ ഉപദ്രവിക്കുന്നവരെ, നമ്മോട് എതിർത്ത് നിൽക്കുന്നവരെ, അന്യായമായി നമ്മെ പീഡിപ്പിക്കുന്നവർക്കൊക്കെയും ശിക്ഷണ നടപടികളുണ്ട്. അവിടെയാണ് കർത്താവ് ന്യായപ്രമാണത്തിൻ്റെ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം കൽപ്പിച്ചത് ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് നമ്മളോട് പറയുകയാണ്, നമ്മളെ ഉപദ്രവിച്ചവരോട്, ശത്രുക്കളോട്, നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് നന്മ ചെയ്യണം. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല വായ്പ കൊടുക്കേണ്ടത്. ചോദിക്കുന്നതിനോട് ഇല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് മാറ്റി നിർത്തുകയല്ല വേണ്ടത്. കർത്താവ് അവനെ പിൻപറ്റുന്ന, അവനെ സ്നേഹിക്കുന്ന, അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് ആവശ്യപ്പെടുന്ന, ചെയ്യുവാൻ നിർബന്ധിക്കുന്ന വചന ഭാഗങ്ങളാണിതെല്ലാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമ്മൾ ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഒരു രഹസ്യം അവിടെ വെളിപ്പെട്ട് വരും. അവിടെ പറയുകയാണ്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അതായത് നമ്മൾ ഒരു വ്യക്തിയോട് ക്ഷമിക്കുന്നുവെങ്കിൽ അത് സ്വർഗത്തിലെ പിതാവും അവനോട് ക്ഷമിച്ചു കൊടുക്കും. നമ്മൾ ഉപദ്രവിച്ചൊരു വ്യക്തിയോട് നമ്മൾ വിദ്വേഷം വെച്ച് പുലർത്തുന്നുവെങ്കിൽ അത് സ്വർഗത്തിലും കെട്ടപ്പെട്ട അവസ്ഥയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലെ പിതാവും അതുപോലെ തന്നെ ചെയ്തു തരും. ഇവിടെയാണ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ ന്യായപ്രമാണ കൽപ്പനകളുടെ പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമുണ്ട്. ഞങ്ങളുടെ കടക്കാരോട്, ഞങ്ങളോട് പാപം ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു, നിർബന്ധിക്കുന്നു. നമ്മളോട് പാപം ചെയ്തവരോടും നമ്മളോട് കടപ്പെട്ടിരിക്കുന്നവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നത് പോലെ അപ്പോൾ സ്വർഗത്തിലെ പിതാവ് നമ്മളോടും ക്ഷമിക്കും. പരിശുദ്ധനായ പത്രോസിലെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 അല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. കർത്താവ് മറ്റൊരിടത്ത് ഇങ്ങനെ നമ്മെ ഉപദേശിക്കുകയാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ന്യായപ്രമാണ കൽപ്പന പ്രകാരം
കർത്താവ് നമുക്ക് വേണ്ടി പരിഹാരം വരുത്തുക തന്നെ ചെയ്തു എന്ന് നാം തിരിച്ചറിയണം. അതാണ് കർത്താവ് പറഞ്ഞത്, ന്യായപ്രമാണം ഞാൻ അസാധുവാക്കുവാനല്ല വന്നത്, അതിനെ പൂർത്തീകരിക്കുവാനാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുക്കുന്നതായി പ്രവാചകൻ പ്രവചിക്കുന്നത് കാണുവാൻ സാധിക്കും. ന്യായപ്രമാണ കൽപ്പന പ്രകാരം ഇസ്രായേൽ ഗോത്രവും ലോകത്ത് മുഴുവൻ ജനവും നിത്യ നരകത്തിലേക്ക്, ശാപത്തിലേക്ക്, മരണത്തിലേക്ക് പോകേണ്ടവർ മാത്രമായിരുന്നു. അവിടെ പിതാവാം ദൈവം തൻ്റെ നീതി സ്ഥാപിക്കുവാൻ ആരംഭിച്ചപ്പോൾ, ആ നീതി, ആ ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കുവാൻ, പൂർണ്ണതയിലെത്തിക്കുവാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ പുത്രനെ അവിടെ പകരക്കാരനായി നിയമിച്ചുകൊണ്ട് സകല മനുഷ്യരുടെയും പാപം അവൻ്റെ മേൽ ചുമത്തി. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ശുദ്ധമുള്ള പത്രോസ്ലീഹ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണ കൽപ്പനയുടെ പൂർണ്ണത. ന്യായപ്രമാണ കൽപ്പന പ്രകാരം സകലരും ശിക്ഷിക്കപ്പെടേണ്ട സ്ഥലത്ത് ഒരുവൻ്റെ പാപം സകലരുടെ മേലും ഏതു വിധത്തിൽ ആരോപിക്കപ്പെട്ടുവോ അതുപോലെ തന്നെ ഒരുവൻ്റെ നീതീകരണം വഴിയായി സകല മനുഷ്യരുടെ മേലും ദൈവത്തിൻ്റെ രക്ഷ ഉദയം ചെയ്യുകയാണ്. ഒരുവൻ വഴി, അവൻ്റെ രക്തം വഴി എല്ലാവരും നീതീകരിക്കപ്പെടുകയാണ്. പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ കുറച്ചുകൂടി വ്യക്തമായി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിലും അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ന്യായപ്രമാണപ്രകാരം, കൽപ്പന ലംഘനപ്രകാരം ശിക്ഷിക്കപ്പെടേണ്ട സകലർക്കും വേണ്ടി തൻ്റെ പുത്രനെ പിതാവാം ദൈവം പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വായിച്ചു കേട്ടത്, ന്യായപ്രമാണത്തെ നീക്കുവാനല്ല ഞാൻ വന്നത്, അതിനെ പൂർത്തീകരിക്കുവാൻ. ഇവിടെയാണ് നാം ആദ്യം വായിച്ചു കേട്ട വചനത്തിൻ്റെ പൊരുളിരിക്കുന്നത്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. സകല ന്യായപ്രമാണ കൽപ്പനകളും അതിന് പ്രകാരമുള്ള സകല ശിക്ഷകളും നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ പാപപരിഹാര ബലിയായി തീർന്നു. അത് നിമിത്തം ന്യായപ്രമാണത്തെ അവൻ പൂർത്തീകരിക്കുകയാണ് ചെയ്തത്.
അതിനുശേഷമാണ് അവൻ നമുക്ക് പുതിയൊരു ഉടമ്പടിയിലൂടെ നാം ചെയ്യേണ്ടതായ കാര്യങ്ങളെ നമ്മെ പഠിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മളെ കൂടുതൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കരുണയുടെയും സ്നേഹത്തിൻ്റെയും സുവിശേഷം നമുക്ക് പകർന്നു തന്നുകൊണ്ട് നമ്മെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആനയിച്ചത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവരെയും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചേർക്കുവാൻ സാധിക്കണം. അതിന് നമ്മുടെ ജീവിതം, നമ്മുടെ നടപടികൾ, മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനം, ചേർത്തു പിടിക്കൽ, അത് ദൈവിക സ്നേഹത്തിലും കരുണയിലും ദയയിലുമായിരിക്കണം. നാം നമ്മളോട് തെറ്റ് ചെയ്തവരോടൊക്കെയും ക്ഷമിക്കുകയും ശത്രുക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലെ പിതാവ് അവരോട് ക്ഷമിക്കുകയും നമ്മുടെ കുറവുകൾ, നമ്മുടെ തെറ്റുകൾ നമ്മോട് ക്ഷമിക്കുകയും ചെയ്യും. സർവശക്തനായ ദൈവം അതിന് നമ്മളെല്ലാവരെയും യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നാം മാത്രം മഹത്വം എടുക്കട്ടെ. ആമേൻ.